ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പുൾമി അപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ ഇഷ്ടപ്പെടാത്തവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കേക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പഞ്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ബീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ 2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ 1/2 കപ്പ് മൈദയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒരു 3 പ്രാവശ്യം തരിച്ചെടുത്തതാണ് കേട്ടോ. ആ മിക്സ് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ വനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മിസ്സായി പോയതാണ്. അപ്പോൾ നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബാക്കിയുള്ളതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലോ ആയിട്ട് വേണം കേട്ടോ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിന്നെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചായപാത്രമാണ് കേട്ടോ. ഈ ചായപാത്രത്തിലേക്കാണ് ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചായപാത്രത്തിലേക്കാണ് ഞാൻ ഈ ബാറ്ററി ഒഴിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവൺ അല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ സോസ് പാനിൽ വെച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ സോസ് പാന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കേക്ക് ടിന്ന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ ലിഡിന് ഒരു ഹോൾസ് ഉണ്ട്. അപ്പോൾ ഈ ഹോൾസ് നമുക്കൊരു പേപ്പർ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഏത് ഫ്ലെയിമിലാണോ വെച്ചത് ആ ഫ്ലെയിമിൽ തന്നെ വേണം കേട്ടോ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് വരെ വെക്കാൻ വേണ്ടിയിട്ട്. കൂട്ടുകയോ കുറക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. കേക്ക് ബേക്ക് ആവുന്ന ടൈമിൽ നമുക്കൊരു സോസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് ചോക്ലേറ്റും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചൂടായ വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് നന്നായിട്ട് മെൽറ്റായി കിട്ടുകയും ചെയ്യും കേട്ടോ ചോക്ലേറ്റ് ചേർക്കുമ്പോൾ. അപ്പം നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് ഗണാഷ് അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കും റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ സ്പഞ്ച് സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കേക്ക് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇങ്ങനെയല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ചെറിയ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള ഒരു ലിഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു 1/4 കപ്പ് പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ കുറച്ച് നട്ട്സ്, അതുപോലെ വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്രീം ഞാൻ ആദ്യം തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പീസ് കേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ സിറപ്പ് ഉണ്ടല്ലോ മിൽക്കിൻ്റെ, അത് നന്നായിട്ട് ഒഴിച്ച് കൊടുത്ത് ഈ കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ക്രീമൊക്കെ നന്നായി അത്യാവശ്യത്തിന് വെച്ച് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഒരു പീസും കൂടെ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ കേക്കും നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കണം. ഇനി ആദ്യം ചെയ്തതുപോലെ തന്നെ ക്രീമും വെച്ച് കൊടുക്കാം. അപ്പോൾ ക്രീം വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ 4 ലെയറായിട്ടാണ് കേട്ടോ ഈ കേക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള കേക്കും ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം വെറ്റ് ചെയ്ത് ക്രീമൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം.
അപ്പം നമ്മുടെ 4 ലെയറും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് കേട്ടോ. ഈ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇത് ഇപ്പോൾ സേവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ തന്നെ റെഡിയാക്കുകയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നന്നായിട്ട് ക്രീമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലവണ്ണം ക്രീം നന്നായിട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഐസ്ക്രീമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ സിറപ്പ് ഉണ്ടല്ലോ, ചോക്ലേറ്റ് സിറപ്പും ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം കേട്ടോ നമ്മുടെ സിറപ്പ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അഥവാ തണുത്ത് പോകുമ്പോൾ കട്ടിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ചൂടാക്കിയതിന് ശേഷം ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ ബാക്കിയുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ പുൾമി അപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഷീറ്റൊന്ന് പൊക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അതിൻ്റെ കൂടെ വരുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.